ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശ്രുതി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്താ, ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. നമ്മൾ മാർച്ച് മന്ത് എത്തി, അതിൻ്റെ ഒപ്പം തന്നെ മാർച്ച് ഫസ്റ്റ് വീക്കാണ്. അപ്പോൾ ഫെബ്രുവരിയുടെ കുറച്ച് ന്യൂസും മിക്സ് ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ തലേന്ന് പോയ ന്യൂസിൻ്റെ റിവിഷനൂടെ നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറയുന്നത് ഈ റിവിഷൻ നടത്തുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്, എഫക്റ്റീവ്നെസ് മനസ്സിലാവുന്നത് അല്ലേ. അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്കത് തന്നെയായിരുന്നു അനുഭവം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുന്നത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുമ്പം ആണ് നമുക്കതങ്ങനെ തറവായിട്ട് മനസ്സിൽ പതിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ അധികം ലാഗ് ആക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലോട്ട് തന്നെ പോകാം. ഇന്നപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് സെഷൻ എന്താണ്, ഇന്നലെ നോക്കിയ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിതട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, അങ്ങനെ ഗോവ എന്നിങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റിൽ പോയിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഒക്കെ വെക്കുന്നുണ്ട്, ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ന്യൂസൊക്കെയാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ കുറച്ചധികം കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളുടെ കാര്യം നോക്കിയായിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ പറയുന്നത്, നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ വിജയ്പൂരിൽ സംഭ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ പുതുതായിട്ടൊരു എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇപ്പോൾ റീസെൻ്റായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. 2019 അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത്. 2024 ആയപ്പോൾ അതിന് ഇനോഗ്രേഷനും കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്ര ആയി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടോട്ടൽ ഔട്ട്ലേ ഏകദേശം എത്ര കോടി രൂപയായിരുന്നു, ഓർമ്മയുണ്ടോ? 3000 ആണോ, 1800 ആണോ, 1660 കറക്റ്റ് ആൻസർ. 1660 crore റുപ്പീസിൻ്റെ ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ വന്നിട്ടുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയുന്നത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തപ്പം ഇൻ ടോട്ടൽ ഒരു 32,000 crore റുപ്പീസിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1660 crore റുപ്പീസ് ജമ്മു ആൻഡ് കാശ്മീരിലെ വിജയ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഉള്ള എയിംസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുമായിരുന്നു, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയും എമൗണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ആൻസർ എന്താ? ഓപ്ഷൻ സി, 1660. മറക്കരുതേ. ഓക്കെ, അടുത്തത് എയിംസ് നോക്കിയേ. AIIMS. ഇവിടെ കണ്ടോ, 2 I വരുന്നുണ്ട്, ഡബിൾ I ആണ്. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനകത്ത് 1660 66 വരുന്നുണ്ട്. ചുമ്മാ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത് നോക്കാം. ഒരു മിനിസ്ട്രിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മിനിസ്ട്രി എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് കണ്ടന്റ്, എന്താണ്? അതായത് റീസെൻ്റ് ആയിട്ട് ഇപ്പം മിനിസ്ട്രി ഓഫ് ആയുഷും പിന്നെ മറ്റൊരു മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ട് ഇപ്പം അഡോളസൻ്റ് ആയിട്ടുള്ള 14 തൊട്ട് 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഈ അനീമിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് അനീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതായത് മിഷൻ ഉത്കർഷ് എന്ന് പറയും. മിഷൻ ഉത്കർഷ് 2022 ലോഞ്ച് ചെയ്തിട്ടുള്ള മിഷനാണ് മിഷൻ ഉത്കർഷ്. മിഷൻ ഉത്കർഷ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലുള്ള പല നാനാ സ്ഥലത്തുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓരോരോ സ്റ്റേറ്റിൽ 14 തൊട്ട് 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ന്യൂട്രീഷനും കൊടുക്കുക, ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെൻറ്റിനുള്ള വഴികളൊക്കെ, ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തിനാ? അവർക്ക് അനീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മിഷൻ ഉത്കർഷിൻ്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷും പിന്നെ മറ്റൊരു മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു 5 ഡിസ്ട്രിക്റ്റുകളിൽ എന്താ പറയുക, ഈ പറയുന്ന ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഏത് മിനിസ്ട്രി ആയിരിക്കും? പെൺകുട്ടികളുടെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആയിരുന്നെങ്കിൽ അത് അഡോളസൻറ്റ് ഗേൾസിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിനിസ്ട്രി എന്തായാലും വരത്തില്ല. പിന്നെ ഹോം മിനിസ്ട്രിയും ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സും റൂറൽ ഡെവലപ്മെൻറ്റ് എന്തായാലും വരത്തില്ല. നമുക്ക് ആകെ ഡൗട്ട് വരുന്നത് ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും എന്നാണ്. അപ്പോൾ നമ്മൾ കഴിവത് എക്സാമിന് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഓപ്ഷൻ ഓരോന്ന് ഏതാവത്തില്ല എന്നുള്ളത് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇൻ കേസ് നമുക്ക് ആൻസർ അറിയത്തില്ല, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ആൻസർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഫാമിലി എന്തായാലും ആവത്തില്ല, കാരണം ഈ 3 എന്തായാലും ആവത്തില്ല. ഹെൽത്ത് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിലാണ് നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്. ഇതിപ്പോൾ അഡോളസൻറ്റ് ഗേൾസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പകരം എന്തായിരിക്കും കൂടുതലും പ്രോബബിലിറ്റി എന്തിനായിരിക്കും? മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ്
വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സ്മൃതി സുബിൻ ഇറാനിയും അതേപോലെ തന്നെ ആയുഷ് മിനിസ്ട്രിയുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോനോവാലും ചേർന്നിട്ടാണ് ഇങ്ങനൊരു ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 5 ഡിസ്ട്രിക്റ്റുകളിലായിട്ടാണ് ഈ പറയുന്ന പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തേത് ആസാമിലെ ധുബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ധുബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിലാണ്. 5 ഡിസ്ട്രിക്റ്റിലാണ്. ഒന്ന് ആസാമിലെ ധുബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റ്, മറ്റൊന്ന് ഛത്തീസ്ഗഡിലെ ബസ്താറിലാണ്. അടുത്തത് ജാർഖണ്ഡ് നോക്കാം. ജാർഖണ്ഡില് പശ്ചിമി സിംഗ്ഭൂം. ഇതെല്ലാം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റിൽ ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്യാണ്. ഓക്കെ, സിംഗ്ഭൂം, പശ്ചിമി സിംഗ്ഭൂം. അടുത്തത് മഹാരാഷ്ട്ര. ഛദ്രോഗ്ലി. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ലാസ്റ്റ് രാജസ്ഥാൻ, ഛദ്ഗ്രോലി. ഒരു മിനിറ്റ്. ഇത് രാജസ്ഥാനിലെ ധോൽപൂർ. ഓക്കെ, അപ്പം ഇത്രയും 5 ഡിസ്ട്രിക്റ്റുകളിലാണ്, 5 സ്റ്റേറ്റുകളിലെ 5 ഡിസ്ട്രിക്റ്റുകളിലായിട്ടാണ് ഇപ്പം ഈ പറയുന്ന മിഷൻ ഉത്കർഷിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷും മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റും കൂടെ ചേർന്നിട്ട് ന്യൂട്രീഷണൽ ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നത്. ഈ 5 ഡിസ്ട്രിക്റ്റുകളിലായിട്ട് ഈ അനീമിയയുടെ പ്രിവലൻസ് അല്ലെങ്കിൽ അനീമിയയുടെ എത്രത്തോളം ഇൻക്ലൂഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 69.5% ആണ്. അതായത് ഈ സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ പെൺകുട്ടികൾ ഏകദേശം 69.5% പെൺകുട്ടികളിലും അവരെല്ലാം അനീമിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ 5 ഡിസ്ട്രിക്റ്റുകൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഓർഗനൈസേഷൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താ ചോദിച്ചേക്കുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇലക്ഷൻ ലോക്സഭ ഇലക്ഷനാണ്. അപ്പം ഇലക്ഷനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഈ ഇലക്ഷനിൽ നിന്ന് പിന്മാറി നിൽക്കാതെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനം കൊടുക്കാനോ എല്ലാവർക്കും അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സും അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഓരോരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ അവയർനെസ്സിനെ പറ്റി ആൾക്കാർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2 ഓർഗനൈസേഷനുമായിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ 2 ഓർഗനൈസേഷൻ? ഒന്ന് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും പിന്നെ മറ്റൊന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ബോത്ത് 1 and 2 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത് നോക്കാം. ഒരു IIM-ന്റെ കാര്യമാണ്. ഓക്കെ, ഗതിശക്തി റിസർച്ച് ചെയർ. ഓക്കെ, എന്തായിരുന്നു ഗതിശക്തി റിസർച്ച് ചെയർ? അതായത് നമ്മുടെ ഈ പറയുന്ന ലൊജിസ്റ്റിക്സിൻ്റെ ഒക്കെ ഒന്ന് ടെക്നോളജിയൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ലൊജിസ്റ്റിക്സ് മെഷേഴ്സൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു IIM-ഉം അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്സ് ആൻഡ് വാട്ടർവേസും കൂടെ ചേർന്നിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് ലൊജിസ്റ്റിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പറയുന്ന MOU. അപ്പോൾ ഏത് നോർത്ത് ഈസ്റ്റേൺ റീജിയനാണ്? അപ്പോൾ ഏത് IIM ആയിരിക്കും? അഹമ്മദാബാദും കോഴിക്കോടും ലക്നൌവും ഇൻഡോറും എന്തായാലും ആകത്തില്ല. നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആയതുകൊണ്ട് മേഘാലയയിലെ IIM ഷിലോങ് ആണ് ഈ പറയുന്ന മിനിസ്ട്രിയുമായിട്ട് MOU സൈൻ ചെയ്തേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു MOU സൈൻ ചെയ്തേക്കുന്നത്? ഗതിശക്തി റിസർച്ച് ചെയറിന് വേണ്ടിയിട്ടാണ് ഈ MOU സൈൻ ചെയ്തേക്കുന്നത്. ഇതൊക്കെ എന്താ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ വരുന്നത് മേഘാലയയിലാണ്. ഓക്കെ, അപ്പോൾ മേഘാലയയിലെ IIM ഷിലോങ് ആണ് ഇതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്ന ടെക്നിക്കൽ പാർട്ട്. ഓക്കെ, അടുത്ത് നോക്കാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഒരു എയർലൈൻ കമ്പനിയെ ഡെസിഗ്നേറ്റഡ് ഇന്ത്യൻ കാരിയർ എന്നുള്ള പദവിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണ്
മറക്കരുത്, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷനോ അങ്ങനൊന്നും അല്ല, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഈ പറയുന്ന ഒരു എയർലൈൻ കമ്പനിയെ എന്താക്കി ഡെസിഗ്നേറ്റഡ് ഇന്ത്യൻ കാരിയർ എന്നുള്ള റെക്കഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? ആകാശ എയർ. ഓക്കെ, ആകാശ എയർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിജയ് ശേഖർ ശർമ്മയുടെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആരാണ് വിജയ് ശേഖർ ശർമ്മ? അദ്ദേഹം പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു, CEO ആൻഡ് ചെയർമാൻ ആയിരുന്നു ഈ വിജയ് ശേഖർ ശർമ്മ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു റെസിഗ്നേഷൻ ന്യൂസിനകത്താണ് നമ്മൾ പഠിച്ചത്. ഫെബ്രുവരിയിൽ അദ്ദേഹം ഒരു പേയ്മെന്റ് ബാങ്ക്, അതായത് പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ചെയർമാൻ പൊസിഷനിൽ നിന്ന്, CEO പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്തൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, വിജയ് ശേഖർ ശർമ്മ ഏത് പേയ്മെന്റ് ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്നു അല്ലെങ്കിൽ ബോർഡ് മെമ്പർ ആയിരുന്നു എന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഏതാണ്? പേടിഎം പേയ്മെന്റ് ബാങ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നലത്തെ നമ്മുടെ റിവിഷൻ പാർട്ട്, ഇത്രേ ഉള്ളൂ. ഇനി ഇന്നത്തെ കണ്ടന്റ് നോക്കാം. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കുറേ ന്യൂസിനകത്ത് കാണുന്നുണ്ട്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെ ഇനോഗ്രേഷൻ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യം അല്ലേ. അതേപോലെ അതിന് മുന്നേ ഛത്തീസ്ഗഡ് കണ്ടിട്ടുണ്ടായിരുന്നു, വികസിത് ഭാരത്, വികസിത് ഛത്തീസ്ഗഡ്, പിന്നെ ഗോവ, അങ്ങനെ. അതേപോലെ തന്നെ ഗുജറാത്തിലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വിസിറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 5ഓളം എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുജറാത്തിലും ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീരിൽ നമ്മൾ കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ റിവിഷനിൽ നമ്മൾ കണ്ടായിരുന്നു, ജമ്മു ആൻഡ് കാശ്മീരിലെ സംഭാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് 1660 കോടി രൂപയുടെ ഒരു എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ 5 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുതുതായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്. എവിടേക്കാണ് നോക്കാം? ഗുജറാത്തിലെ രാജ്കോട്ട്, ബത്തിൻഡ, റേബറേലി, കല്യാണി, പിന്നെ മംഗലാഗിരി, ഈ 5 സ്ഥലത്താണ് ഇപ്പം എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുജറാത്തിൽ വരുന്നത്. ഇതിന് ടോട്ടൽ ഔട്ട്ലേ നോക്കാം, 6315.23 കോടി രൂപയുടെ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രൊജക്റ്റാണ് ഇപ്പം ഇനോഗ്രേഷൻ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ കോസ്റ്റ് പറയുന്നുണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. എയിംസ് രാജ്കോട്ട് ആണെങ്കിൽ 1195, അതായത് 1195. എയിംസ് ബത്തിൻ്റെ ആണ് 925 crore. എയിംസ് റേബറേലി 823 crore. എയിംസ് കല്യാണി 1754 crore. എയിംസ് മംഗലാഗിരി 1618.23 crore. അങ്ങനെ ഇൻ ടോട്ടൽ 6315.23 crore റുപ്പീസിൻ്റെ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഗുജറാത്തിൽ വന്നത്. ഓക്കെ, അപ്പോൾ റീസെൻ്റ് ആയിട്ട് 5 പുതിയ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്താണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പണ്ടെപ്പോഴും ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, എയിംസിൽ ഒരു ഹെൽത്ത് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് ബാങ്കാണ്? SBIയും എയിംസും കൂടെ ചേർന്നിട്ട് SBI എയിംസ് കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെൽത്ത് കാർഡ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തത് വീണ്ടും ഗുജറാത്തിൽ വന്ന് എന്തായാലും ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഗുജറാത്തിലെ അടുത്തത് സുദർശൻ സേതു. ഓക്കെ, ഒരു ബ്രിഡ്ജാണ്, മറ്റേ രാമസേതു എന്നൊക്കെ പറയുന്ന പോലെ സുദർശൻ സേതു പുതുതായിട്ട് അവർ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്ന ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്. കേബിൾ സ്റ്റേഡ് സുദർശൻ സേതു എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്തോ മക്കളെ, ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിൻ്റെ സ്പാൻ അല്ലെങ്കിൽ ലെങ്ത് എത്രയാണ് ഉറപ്പായിട്ടും ചോദിക്കും. 2.32 കിലോമീറ്റർ, 2.32 കിലോമീറ്റർ ലെങ്ത് വരുന്ന ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കോസ്റ്റ് നോക്കാം, 980 crore. കോസ്റ്റ് നിങ്ങൾ വെറുതെ വിട്ടുകളയൽ, അത് ചെറുതാക്കി കാണരുത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് വിചാരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടായിരുന്നല്ലോ, ജമ്മു ആൻഡ് കാശ്മീരിലെ എയിംസിൻ്റെ ടോട്ടൽ ഔട്ട്ലേ എത്രയാണ്. അപ്പോൾ എക്സാമിനും കൂടുതലും റേറ്റുകളും കോസ്റ്റൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ്. അപ്പോൾ കോസ്റ്റ് നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് കാണരുത്. ഓക്കെ, നോക്കിക്കേ, ബ്രിഡ്ജസ്, ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ്, നരേന്ദ്രമോദി നിൽക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഇനോഗ്രേഷനാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗുജറാത്തിൽ വന്ന ഈ പറയുന്ന കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിൻ്റെ പേരെന്താണ്? സുദർശൻ സേതു. ഓക്കെ, ഇനി ഈ പറയുന്ന ബ്രിഡ്ജ് എവിടെ? ദ്വാരകാധീഷ് ടെമ്പിളിലേക്കും അതുപോലെ തന്നെ ഓഖ മെയിൻലാൻഡ് ആൻഡ് ബെയ്റ്റ്
Dwaraka island in Gujarat to provide easier access to Dwarakadish temple. ഓക്കെ, ദ്വാരകാധീഷ് ടെമ്പിൾ ഇത് അവർ കണക്ട് ചെയ്യുന്ന ഏരിയ ഒക്കെയാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഇതിനകത്തുനിന്ന് നിങ്ങൾ അടിവരയിട്ട് പഠിച്ചോ. ഈ പറയുന്ന ലെങ്ത് എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇതിന്റെ സ്പാനിങ് എത്ര, ലെങ്ത് എത്ര, സ്പാൻ എത്ര ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പം 2.32 കിലോമീറ്റർ ആണ് സുദർശൻ സേതുവിന്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, ഇനി ഇത് വന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിക്കും, ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് ചോദിക്കും, ഇതിന്റെ ടോട്ടൽ ഔട്ട്ലൈൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വീണ്ടും ഗുജറാത്തിന്റെ ന്യൂസ് ആണ്. അവിടെ ഇപ്പൊ എന്താ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഒരു മുന്ദ്ര പാനിപ്പട്ട് പൈപ്പ് ലൈൻ പ്രൊജക്ട് അവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ സ്റ്റോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, 9,000 crore rupeesന്റെ പൈപ്പ് ലൈൻ പ്രൊജക്ട് ആണ്. ഇനി ഈ പറയുന്ന പൈപ്പ് ലൈൻ പ്രൊജക്ട് മെയിൻ ആയിട്ട് എന്താ 1,194 കിലോമീറ്റർ സ്പാൻ ചെയ്ത് കിടക്കുന്നത്, അതാണ് അത്രയും അതിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അതായത് മുന്ദ്ര പോർട്ടിലുള്ള ക്രൂഡ് ഓയിലും കാര്യങ്ങളും എല്ലാം ഗുജറാത്തിലെ ഒരു കോസ്റ്റ് ഏരിയ ആണ് ഈ പറയുന്നത്, ഒരു പോർട്ട് ഏരിയ ആണ് മുന്ദ്ര പോർട്ട് എന്ന് പറയുന്നത്. അവിടുന്ന് ക്രൂഡ് ഓയിലും കാര്യങ്ങളും ഒക്കെ എന്താ പാനിപ്പട്ട്, ഹരിയാനയിലെ ഒരു സ്ഥലമാണ് പാനിപ്പട്ട്, അവിടുത്തെ റിഫൈനറി ഇന്ത്യൻ ഓയിൽ റിഫൈനറിയിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ് ഈ പറയുന്ന പൈപ്പ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഔട്ട്ലൈൻ 9,000 crore ആണ്. ബ്രിഡ്ജിന്റെ ഓർമ്മയുണ്ടോ, 980 crore ആണ് സുദർശൻ സേതു, ഇത് 9,000 crore ആണ്. ഇതും ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത്, ഇനോഗ്രേഷൻ ആയില്ല, ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തത് ആരാണ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. ഈ പറയുന്ന പോർട്ട് എവിടാണ് വന്നിട്ടുള്ളത്, ഗുജറാത്തിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഗുജറാത്തിനെ പറ്റി പഠിച്ചപ്പം ഇനി അതിന്റെ സ്ട്രാറ്റജിക്ക് വിട്ടുകളയാൻ പാടില്ല. ക്യാപിറ്റൽ ഗാന്ധിനഗർ ആണ്, ചീഫ് മിനിസ്റ്റർ ഭൂപേന്ദ്ര പട്ടേൽ, ഗവർണർ ആചാര്യ ദേവ്രത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബാങ്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി SSC എക്സാമിനും റെയിൽവേക്കൊക്കെ ചോദിക്കുന്നതാണ് ഈ ഏരിയ. റെയിൽവേക്കും SSCക്കും ഇതും ചോദിക്കാം, ക്യാപിറ്റലും ഗവർണറും CM ഒക്കെ ചോദിക്കാം. പക്ഷെങ്കിൽ സ്ട്രെസ് ചെയ്ത് SSCക്കാരും റെയിൽവേക്കാരും സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയും സുവോളജിക്കൽ പാർക്കുമാണ്. ഈ രണ്ട് ഐറ്റം എന്താ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഇത്രയും വൃത്തിക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഏതൊക്കെയുണ്ടെന്ന് നോക്കാം. ജെസോർ സ്ലോത്ത് ബെയർ സാഞ്ചുറി ഉണ്ട്, പിന്നെ ബർദ വൈൽഡ് ലൈഫ് സാഞ്ചുറി. ഇനി സുവോളജിക്കൽ പാർക്ക് നോക്കുകയാണെങ്കിൽ സക്കർബോ സൂ ഉണ്ട്, ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി സുവോളജിക്കൽ ഗാർഡൻ ഉണ്ട്, അഥവാ അതിന്റെ മറ്റൊരു പേരാണ് സാർത്ഥന നാച്ചുറൽ പാർക്ക് എന്ന് പറയും. അപ്പൊ ഇത്രയും സുവോളജിക്കൽ പാർക്കും ഇത്രയും വൈൽഡ് ലൈഫ് സാഞ്ചുറീസും ആണ് ഗുജറാത്തിലുള്ളത്. ഗുജറാത്തിന്റെ ഗവർണർ ആരാണ്, ആചാര്യ ദേവ്രത്, CM ഭൂപേന്ദ്ര പട്ടേൽ, ക്യാപിറ്റൽ ഗാന്ധിനഗർ. ഓക്കെ, ഒഫീഷ്യൽ ലാംഗ്വേജ് ഗുജറാത്തി. ഓക്കെ, ഇത്രയാണ് ഗുജറാത്ത് എന്ന് പറയുമ്പോഴേ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, അക്ഷരധാമം. ഓക്കെ, അടുത്ത നോക്കാം. ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അഥവാ NIA എന്ന് പറയും, NIA നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനും തായ്ലൻഡിലെ ഒരു മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഡീഷണൽ മെഡിസിൻ, ഓക്കെ, ഇവർ രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു കൊളാബറേഷൻ ചെയ്തിട്ടുണ്ട്, ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ഇന്ത്യയുടെ ആയുർവേദ മെഡിസിൻ കൾച്ചറും തായ്ലാൻഡിലെ ട്രഡീഷണൽ മെഡിസിൻ കൾച്ചറും തമ്മിൽ എന്താ ഷെയറിങ്, എക്സ്പേർട്ട് ഷെയറിങ് അല്ലെങ്കിൽ ഐഡിയോളജി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു MOU സൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഓർക്കുക, ഇന്ത്യയുടെ എന്താ ആയുർവേദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയും പിന്നെ അതുപോലെ തന്നെ അടുത്ത ഈ നാഷണൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയുർവേദയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്, ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയും തായ്ലാൻഡിന്റെ DTAM എന്ന് പറയും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് തായ് ട്രഡീഷണൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, DTAM കൂടെ ചേർന്നിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഏത് മിനിസ്റ്റർ അണ്ടറിലായിരിക്കും വരുന്നത്, ഹെൽത്ത് മിനിസ്ട്രി അല്ലെ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഗവൺമെന്റ് പബ്ലിക് ഹെൽത്ത് ഉള്ള മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഇങ്ങനെ MOU ഒക്കെ സൈൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന തായ്ലാൻഡിലെ ട്രഡീഷണൽ മെഡിസിനും നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷണൽ മെഡിസിൻ അതായത് ആയുർവേദ രീതികളൊക്കെ ഒന്ന് കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ മെഡിസിൻ കാര്യങ്ങളൊക്കെ ഒന്ന് തായ്ലാൻഡിലും പറഞ്ഞ് അല്ലെങ്കിൽ അവിടെ ആയിട്ട് ഷെയർ ചെയ്യുക, അവിടുത്തെ മെഡിസിനും രീതികളും ഒക്കെ ഇന്ത്യയിൽ ഷെയർ ചെയ്യുക, കൾച്ചർ ഷെയർ ചെയ്യുക, മെഡിസിൻ ഹെൽത്ത് കെയർ കൾച്ചറൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മെഡിസിൻ ടെക്നിക്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൊളാബറേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഫിഗർ നോക്കുക, ഇന്ത്യയുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററും ജപ്പാന്റെ തായ്ലൻഡിലെ എക്സ്റ്റേണൽ മിനിസ്റ്ററും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ MOU അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. തായ്ലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ശ്രേത്ത തവിസിൻ ആണ് പേര്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ബാങ്കോക്ക്, കറൻസി തായ് ബാട്ട്. ഓക്കെ, തായ് ബാട്ട് ആണ് കറൻസി, ക്യാപിറ്റൽ ബാങ്കോക്ക്, പ്രൈം മിനിസ്റ്റർ ശ്രേത്ത തവിസിൻ. ഓക്കെ, ഇനി
അടുത്ത് നോക്കാം. ഇപ്പൊ ഇന്ത്യയിലെ ലാർജസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫസ്റ്റും സൗത്ത് ഏഷ്യ നോക്കുവാണെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്യൂണിഷൻ മാനുഫാക്ചറിങ് കോംപ്ലക്സ് തന്നെ ഇപ്പം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇന്ത്യയുടെ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ പറയുന്ന വെപ്പണും അമ്യൂണിഷൻസും ഒക്കെ ഒന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി വരുവാണ്. ഇന്ത്യയിലെ ആദ്യത്തേതും സൗത്ത് ഏഷ്യ നോക്കുകയാണെങ്കിൽ അവർ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റുമായിട്ടുള്ള അമ്യൂണിഷൻ മാനുഫാക്ചറിങ് സെന്റർ ആണ് ഇപ്പം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വരുന്നത്. ഓക്കെ, ഇതാരാണ് അൺവീൽ ചെയ്തെന്നുള്ളതാണ് മെയിൻ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. അദാനി ഗ്രൂപ്പ്. ഓക്കെ, അദാനി ഗ്രൂപ്പിന്റെ ആണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. നോക്കിയേ, അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്. അദാനി ഗ്രൂപ്പാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് കോംപ്ലക്സ് അൺവീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മറക്കരുത്, അദാനിയാണ് സൗത്ത് ഏഷ്യയിലെ ലാർജസ്റ്റും ഇന്ത്യയിലെ ആദ്യത്തെയുമായിട്ടുള്ള അമ്യൂണിഷൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് യു പിയിലെ കാൺപൂരിൽ വരുന്നത്. ഓക്കെ, ഏകദേശം 500ഓളം ഏക്കർ ലാൻഡിലാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. സൗത്ത് ഏഷ്യയിലെ, ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, സൗത്ത് ഏഷ്യയിലെ ലാർജസ്റ്റ് അമ്യൂണിഷൻ മാനുഫാക്ചറിങ് കോംപ്ലക്സ് ആണ് ഈ വരാൻ പോകുന്നത്. ഓക്കെ, ഏത് ഓർഗനൈസേഷനാണ് അൺവീൽ ചെയ്തേക്കുന്നത്? അദാനി ഗ്രൂപ്പാണ് അൺവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നമ്മൾ സ്വയം പോർട്ടലിനെ പറ്റി അല്ലെ സ്വയം പ്ലാറ്റ്ഫോമിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വയം പ്ലാറ്റ്ഫോമിന്റെ അല്ലെ സ്വയം പോർട്ടലിൽ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ വരുന്നുണ്ട്. സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയും. സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഇത് സ്വയം പോർട്ടൽ പോലെ തന്നെ, അതായത് അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ളതോ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് വരാൻ വേണ്ടിയിട്ട് അല്ലെ എംപ്ലോയബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഏത് മിനിസ്റ്റർ അണ്ടറിലായിരിക്കും വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പിന്റെ അണ്ടറിലാണ് ഈ പറയുന്ന സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം വരുന്നത്. സ്വയംന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക. Study webs of active learning for young aspiring minds. Okay, study webs of active learning for യങ് ആസ്പയറിംഗ് മൈൻഡ് എന്നാണ് ഈ സ്വയംന്റെ ഫുൾ ഫോം വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ ഫോം. അതേപോലെ സ്വയം പോർട്ടലിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ പറയുന്നത് അൺവീൽ ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റിനോട് ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പുതുതായിട്ട് അൺവീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ എംപ്ലോയ്മെന്റ് റേറ്റ് കൂട്ടുക അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽസ് കൊടുക്കുക. അതായത് ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്, മൈക്രോസോഫ്റ്റ്, L&T എന്നൊക്കെ എന്നിങ്ങനെ പറയുന്ന ഒരുപാട് കമ്പനീസിലൊക്കെ ആൾക്കാരെ ജോലി കൊടുക്കുന്ന രീതിയിൽ അവരെ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് ഇതിലൊരു AI ചാറ്റ് ബോട്ട് ഉണ്ട്. ആ AI ചാറ്റ് ബോട്ട് വഴി ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാം, ഇങ്ങനെയൊക്കെ പഠന രീതികൾ, എന്താണ് പാഷൻ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പൊക്കെ ഈ പറയുന്ന സ്വയം പ്ലസ് പ്ലാറ്റ്ഫോമിൽ കിട്ടും. AI ചാറ്റ് ബോട്ട്സ് വഴി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പോട് ചേർന്നിട്ട് എന്ത് ലോഞ്ച് ചെയ്തു? സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതിന്റെ പഴയ വേർഷനാണ് സ്വയം പോർട്ടൽ. ഓക്കെ, നമ്മുടെ സ്വയം സ്കീമായിട്ട് മിക്സ് ആയില്ല. അത് ഒഡീഷയിൽ വന്നിട്ടുള്ള ഒരു സ്കീമാണ് സ്വയം സ്കീം. പക്ഷേ അതും ഇത് തന്നെയാണ്. അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമായിരുന്നു സ്വയം സ്കീം എന്ന് പറയുന്നത്. ഇത് സ്വയം പ്ലാറ്റ്ഫോം ആണ്. അതിന്റെ അപ്ഡേറ്റഡ് വേർഷനാണ് സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഫൗണ്ടേഷൻ ഡേ, ഒരു റൈസിംഗ് ഡേ ആയിരുന്നു ഫെബ്രുവരി 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഴയ ന്യൂസ് ആണ്, പക്ഷെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം അത് കണ്ട ന്യൂസിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 48th റേസിംഗ് ഡേ ആണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ റേസിംഗ് ഡേ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 1 പക്ഷെങ്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഫെബ്രുവരി 25 ഇതിന്റെ ഒരു ഡേ അറ്റ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തിന്റെ ഭാഗമായിട്ടാണ്? 48ാമത്തെ റേസിംഗ് ഡേയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മെയിൻ പേര് അല്ലെങ്കിൽ ആ ഒരു തീം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ ആ ക്യാമ്പയിന്റെ പേരാണ് ഡേ അറ്റ് സീ എന്നാണ് പേര്. ഓക്കെ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ്. എത്രാമത്തെ ഫൗണ്ടേഷൻ ഡേ ആണ്? 48th ഫൗണ്ടേഷൻ ഡേ ആണ്. പേര് മറക്കരുത്. ഡേ അറ്റ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തത്? ചെന്നൈ ഹാർബറിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
അടുത്തത് ബാങ്കിങ് സ്റ്റുഡൻസിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ICICI ബാങ്ക് എല്ലാവർക്കും അറിയാലോ. ICICI ബാങ്കിന് ഇത്ര ശതമാനം ഷെയർ ICICI ലൊംബാർഡിൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതൊക്കെ ICICI ലൊംബാർഡ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് ബോഡിയാണ്, ICICIയുടെ ഒരു ഇൻഷുറൻസ് സബ്സിഡറി ആണ്. ഓക്കെ, ഇനി ഈ ICICI ബാങ്കിന് ഇത്ര ശതമാനം ICICI ലൊംബാർഡിൽ സ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഷെയർ ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു 1.41% ICICI ബാങ്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ആരുടെ നിന്ന്? ICICI ലൊംബാർഡിൽ നിന്ന്. ഓക്കെ, അപ്പം ടാർഗറ്റ് ആരാണ്? ടാർഗറ്റ് എന്ന് പറയുന്നത് ICICI ലൊംബാർഡ്. ഇതൊരു ഇൻഷുറൻസ് സബ്സിഡറി അല്ല, ICICIയുടെ ഒരു ഇൻഷുറൻസ് ആമാണ് ICICI ലൊംബാർഡ്. ഇനി അക്വയറർ ആരാണ്? അക്വയർ ചെയ്തേക്കുന്നത് അക്വയറർ ആരാണ്? ഇവിടുത്തെ ICICI ബാങ്ക് ആണ് ഇവിടുത്തെ അക്വയർ. ഇനി അക്വസിഷൻ, %1.41% ആണ് ഇപ്പൊ പുതുതായിട്ട് അവർ സ്റ്റേക്ക് പർച്ചേസ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേക്ക് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ICICI ലൊംബാർഡിനകത്തുനിന്ന് ഒരു 1.41% കൂടെ ICICI ബാങ്ക് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനൊരു അക്വസിഷൻ കഴിഞ്ഞതോടെ ഇപ്പൊ ഓൾറെഡി ICICI ബാങ്കിന് ICICI ലൊംബാർഡിൽ 47.91% ഷെയർ ഉണ്ടായിരുന്നു. ഇനി ഈ പറയുന്ന 1.41% കൂടെ അവർ അക്വയർ ചെയ്തതോടെ എന്തായി? 49.32% ഷെയർ ആയിട്ടുണ്ട് ICICI ലൊംബാർഡിൽ. ഓക്കെ, അപ്പൊ മറക്കരുത്, ICICI ലൊംബാർഡിനകത്തുനിന്ന് ICICI ബാങ്കിന് ഒരു 47.91% ഷെയർ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പൊ പുതുതായിട്ട് അവർ 1.41% ഷെയർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്രയായി? 49.32% ഷെയർ ICICI ലൊംബാർഡിൽ ICICI ബാങ്കിനായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ്. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ കക്കിനാട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, ആന്ധ്രാപ്രദേശിലെ കക്കിനാട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് TU-142M നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ്. TU-142 നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ്. എവിടെയാണ് വന്നിട്ടുള്ള? ആന്ധ്രാപ്രദേശിലെ കക്കിനാട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇത് ഇന്ത്യയുടെ 3ാമത്തെ എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ്. ഓക്കെ, മ്യൂസിയം അറിയാലോ എന്തായിരിക്കും. അപ്പൊ ഇന്ത്യൻ നേവിയുടെ ഡീകമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് എയർക്രാഫ്റ്റുകളും അതും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എയർക്രാഫ്റ്റ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പൊ TU-142M നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം എന്ന് പറയുമ്പോൾ TU-142M എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യൻ നേവിയുടെ. അത് ഡീകമ്മീഷൻ ചെയ്തിട്ട് ആൾക്കാർക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയമാണ് ഈ പറയുന്ന TU-142M നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ 3ാമത്തെ എയർക്രാഫ്റ്റ് മ്യൂസിയമാണ്. അപ്പോൾ 1ാമത്തെ എവിടെ ആയിരിക്കും? ആന്ധ്രാപ്രദേശിൽ തന്നെ വിശാഖപട്ടണത്തിലായിരുന്നു. അത് 2017 ഇനോഗ്രേറ്റ് ചെയ്തത്. അതിനുശേഷം വെസ്റ്റ് ബംഗാളിലെ കൊൽക്കട്ടയില് 2022 ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയം വന്നു. ഇനി പിന്നീട് 2024 ഇപ്പൊ റീസെന്റ് ആയിട്ട് ആന്ധ്രാപ്രദേശിൽ തന്നെ കക്കിനാട എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് പുതിയ എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ത്യയിലെ 3ാമത്തെ എയർക്രാഫ്റ്റ് മ്യൂസിയമാണ്. അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിന് നോക്കുവാണെങ്കിൽ 2ാമത്തെ എയർക്രാഫ്റ്റ് മ്യൂസിയം കൂടിയാണ് ഈ TU-142M നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ആന്ധ്രാപ്രദേശിൽ 2 എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്. ഒന്ന് 2017 വിശാഖപട്ടണത്തിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇപ്പൊ 2024 കക്കിനാട എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. അതിനുശേഷം ഇതിനിടയ്ക്ക് 2022 വെസ്റ്റ് ബംഗാളിലെ കൊൽക്കട്ടയിൽ ഉണ്ടായിരുന്നു ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയം കൂടെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഇപ്പൊ റീസെന്റ് ആയിട്ട് കക്കിനാടയിലുള്ളത് ഏത് എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ്? TU-142M നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ്. ഓക്കെ, ഇതാരാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് ചിലപ്പോൾ ചോദിക്കാം. നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കും ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് വിചാരിക്കും. അല്ല, ആരാണ്? ഗീതാ വിശ്വനാഥ് വങ്ക. ഇനി ഈ ഗീതാ വിശ്വനാഥ് വങ്ക ആരാണ്? കർണാടകയിലെ ലോക്സഭ മെമ്പറാണ്. ഈ പറയുന്ന MP ആണ് ഗീതാ വിശ്വനാഥ് വങ്ക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഇന്ത്യൻ ആർമി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു DRDO ഡെവലപ്മെന്റ് ഒരു മോഡുലാർ ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡുലാർ ബ്രിഡ്ജ് ആണ്. ഇന്ത്യൻ ആർമിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ലെങ്ത് ഓർക്കുക, 46 മീറ്റർ ലെങ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഒരു മോഡുലാർ ബ്രിഡ്ജ് ആണ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ ആർമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
നോക്കാം, മോഡുലർ ബ്രിഡ്ജ് സിസ്റ്റം. ഓക്കെ, ഇനി ഇതെവിടെയാണ് വന്നിട്ടുള്ളത്? ഡൽഹിയിലെ മനക്ഷ സെന്ററിലുള്ള ഒരു സെറമണിയിലാണ് ഈ പറയുന്ന മോഡുലർ ബ്രിഡ്ജ് അവർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പേര് ഓർത്തിരിക്കുക, മിലിറ്ററി ലോഡ് ക്ലാസിഫിക്കേഷൻ 70, അതായത് MLC 70 എന്നാണ് ഈ പറയുന്ന ഇന്ത്യൻ ആർമി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള 46 മീറ്റർ ലെങ്ത് ഉള്ള മോഡുലർ ബ്രിഡ്ജ്. ഓക്കെ, ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് ഏത് ഓർഗനൈസേഷനാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് ആകെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ലെങ്ത്തും ചോദിക്കും. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കിലും ഇപ്പോൾ എന്തായിരുന്നു, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇന്ത്യൻ ആർമിയാണ് ടോപ്പ് ചെയ്തേക്കുന്നത്. 21 മെഡലോട് കൂടി ഇന്ത്യൻ ആർമിയാണ് ഇപ്പം ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ലഡാക്കിലും ജമ്മു ആൻഡ് കാശ്മീരിലുമാണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 നടന്നത്. ടോപ്പ് ചെയ്തത് ഇന്ത്യൻ ആർമിയാണ് വിത്ത് 21 മെഡൽസ്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ ബാഗ് ചെയ്തിട്ടുള്ളത് കർണാടകയാണ്. ഓക്കെ, അത് 11 മെഡലാണ് കർണാടക കരസ്ഥമാക്കിയിട്ടുള്ളത്. 9 ഗോൾഡ് മെഡലും 2 സിൽവർ മെഡലും. ഓക്കെ, മൂന്നാം സ്ഥാനം മഹാരാഷ്ട്രയാണ്, 22 മെഡലാണ്. പക്ഷേ അവർ 7 ഗോൾഡും 8 സിൽവറും 7 ബ്രോൺസും ആണ്. ഗോൾഡ് മെഡലിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്കിങ് വരുന്നത്. ഓക്കെ, 9 ഗോൾഡ് കർണാടക കിട്ടി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയെക്കാളും കൂടുതൽ അല്ലെങ്കിൽ മുൻപ് നിൽക്കുന്നത് കർണാടക ആയിരിക്കും. ഓക്കെ, ഇന്ത്യൻ ആർമിക്ക് 21 മെഡലായിരുന്നു, 10 ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളതുകൊണ്ട് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 എവിടെയാണ് നടന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്, അതുപോലെ തന്നെ ലഡാക്കിലുമായിരിക്കും. ഇതിൻ്റെ മാസ്കോട്ട് ഷീൻ എ ഷേ അല്ലെങ്കിൽ ഷാൻ എന്ന് പറയും. ഷീൻ എ ഷേ ഷാൻ, ഇതാണ് ഈ പറയുന്ന കോമ്പറ്റീഷൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ മാസ്കോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? നമ്മൾ ഖേലോ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ്, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിലെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഇന്ത്യൻ ആർമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു 46 മീറ്റർ ലെങ്ത് ഉള്ള ഒരു മോഡുലർ ബ്രിഡ്ജ്, DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡുലർ ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇന്ത്യയുടെ 3ാമത്തെ എയർക്രാഫ്റ്റ് മ്യൂസിയം, പേരെന്താ, TU-142M നേവൽ എയർക്രാഫ്റ്റ് മ്യൂസിയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ICICI ലൊംബാർഡിൽ ICICI ബാങ്കിൻ്റെ ഷെയർ ഇപ്പോൾ എത്ര ശതമാനമായി, അല്ലെങ്കിൽ എത്ര ശതമാനം ഇപ്പോൾ റീസണായിട്ട് അവർ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ 48th റൈസിംഗ് ഡേ, അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രോഗ്രാം എവിടെ വെച്ചാണ് നടന്നത്, എന്നാണ് റൈസിംഗ് ഡേ, എന്നാണ് ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ റൈസിംഗ് ഡേ. ഓക്കെ, പ്രോഗ്രാമിൻ്റെ പേര് ഡേ അറ്റ് സീ എന്നായിരുന്നു. ഓക്കെ, അതിന് മുന്നേ കണ്ടെന്തായിരുന്നു, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനോട് ചേർന്നിട്ട് സ്വയം പോർട്ടലിലെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ള സ്വയം പ്ലസ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. എംപ്ലോയബിലിറ്റി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ അദാനി ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു ഇന്ത്യയിലെ ആദ്യത്തേതും അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് അമ്യൂണേഷൻ മാനുഫാക്ചറിങ് കോംപ്ലക്സ് വരുന്നുണ്ടായിരുന്നു. UP-യിലെ കാൺപൂരിലാണ് ഈ പറയുന്ന അമ്യൂണേഷൻ മാനുഫാക്ചർ കോംപ്ലക്സ് വരുന്നത്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ അമ്യൂണേഷൻ മാനുഫാക്ചറിങ് കോംപ്ലക്സ് ആണ് അദാനി ഗ്രൂപ്പ് അൺവീൽ ചെയ്തിട്ടുള്ള ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ തായ്ലാൻഡിൻ്റെ ന്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയും തായ്ലാൻഡിൻ്റെ ട്രഡീഷണൽ മെഡിസിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ എക്സ്പേർട്സ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ മെഡിസിൻ രീതികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൊളാബറേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് മുന്നേ നമ്മൾ ഗുജറാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ചത്. ഗുജറാത്തിൽ PM മോദി ചെന്നു ഇനോഗ്രേറ്റ് ചെയ്തു സുദർശൻ സേതു. അതിൻ്റെ ലെങ്ത് 2.32 ലെങ്ത് ഉള്ള ഒരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിൻ്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ കോസ്റ്റും ഇപ്പോൾ ഗുജറാത്തിൽ പുതുതായിട്ട് 5 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോസ്റ്റ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡിവിജ്വൽ കോസ്റ്റ് ഇറങ്ങിയില്ലെങ്കിലും ഓരോ പ്രൊജക്റ്റിൻ്റെയും കോസ്റ്റ് മാത്രം ഇറങ്ങിയിരുന്നാലും മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അത് ഏകദേശം ഒരു 80%-ലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അതുപോലെ തന്നെ റിവൈസ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം വരുമ്പം ഇന്ന് നോക്കിയ കണ്ടൻറ്റൊക്കെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ സ്വയമേ നോട്ട് ഉണ്ടാക്കി പഠിച്ചാൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാംസിലൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും മറ്റൊരു കണ്ടൻറ്റുമായിട്ട് വരാം. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. ബൈ. താങ്ക് യു.